അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മോമിനീങ്ങളെ, അള്ളാഹു നമുക്ക് നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറുമാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങളുണ്ടല്ലോ. നാം കുറേ അത് പറഞ്ഞു, മുമ്പൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിപ്പിലും ഓരോ വിചിത്രങ്ങളുണ്ട്. നിങ്ങളൊരു കാര്യത്തെ, ഒരു വസ്തുവിനെ, അതിനെ സൃഷ്ടിപ്പിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളെയും കണ്ടെത്താൻ കഴിയും. അത് എന്തായാലും ഒരു ചെറിയ ഒരു ഉറുമ്പായാലും ഒരു വലിയ ആന ആയാലും ഏതൊരു വസ്തുവാണെങ്കിലും ഒരുപാട് സൃഷ്ടിപ്പിൽ തന്നെ ഓരോ കാര്യങ്ങളെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാമല്ലോ, ഒട്ടകം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നല്ല ഉയരമുള്ള ഭാരങ്ങൾ ചുമക്കാൻ പറ്റുന്ന, എത്ര ഭാരമാണെങ്കിലും ചുമക്കാൻ പറ്റുന്ന ഒരു മൃഗമാണല്ലോ ഒട്ടകം. അതുപോലെ തന്നെയാണ് ചെറിയ ആടുകളെ കണ്ടില്ലേ? അതിനെല്ലാം സൃഷ്ടിച്ചവനെ അള്ളാഹുവാണ്. ഭാരം ചുമക്കാൻ പറ്റുന്നതിനെയും ഭാരം ചുമക്കാൻ പറ്റാത്തതിനെയും എല്ലാം സൃഷ്ടിച്ച നാഥനായ അള്ളാഹുവാണ്. അതുപോലെ തന്നെ പല ജീവികൾ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ട് സഞ്ചരിക്കുകയാണ്. പറക്കാൻ പറ്റുന്ന അത്ര ഉയരങ്ങളിൽ പറക്കുന്ന പറവുകൾ പറക്കുന്നത് പോലെ താഴെയുള്ള പറവുകൾക്ക് പറക്കാൻ കഴിയുകയില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു ഭാഗത്തേക്ക് മാത്രമേ അവർക്ക് എത്താൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്കും പറന്നു പോകാനുള്ള പക്ഷിജാലങ്ങളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ഇങ്ങനത്തെ ഓരോ ഒന്നിൽ നിന്നും ഒന്നിന് വ്യത്യസ്തമായി കൊണ്ട്, ഒന്നിൽ നിന്നും ഒരേ വർഗത്തിൽപ്പെട്ടവർ തന്നെ പല പല വ്യത്യസ്തമായ ജീവിതങ്ങൾ നയിച്ചു കൂട്ടുന്നവർ, ജീവിതങ്ങളും തൊഴിലുകളും പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. ഈ സൃഷ്ടിപ്പിലെല്ലാം നമുക്കതെല്ലാം കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അൽ-നിസാ എന്ന് പറയുന്ന ഒരു സൂറത്തിൽ പറയുന്നത് കാണാം. അള്ളാഹു താല നിങ്ങൾക്ക് എല്ലാം തന്നു. നിങ്ങൾക്ക് അള്ളാഹു വസ്ത്രം നൽകി. നിങ്ങൾക്ക് അള്ളാഹു താല ഇണകളെ തന്നു. ഇണകളെ ആക്കി തന്നു. എല്ലാ വസ്തുക്കളിലും ഇണകളുണ്ട്. അതിന് ഓപ്പോസിറ്റ് വിരുദ്ധമായതും എതിരായതും വിരുദ്ധമായ ഇണകളുണ്ട്. അങ്ങനെ സൃഷ്ടിപ്പ് അള്ളാഹു നൽകിയവനാണ്. ആകാശങ്ങളിലും പറവകളെ അള്ളാഹു നൽകിയവനാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ സമൂഹത്തിന് നൽകിയത്?